2026 ഫെബ്രുവരി 4-ന് പ്രത്യേകം തയ്യാറാക്കിയ ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ വെച്ച് ICC പുരുഷ T20 ലോകകപ്പിന്റെ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയുമായി ഏറ്റുമുട്ടി. ഇന്ത്യൻ ഇന്നിംഗ്സിനിടെ ഇഷാൻ കിഷൻ റിട്ടയർഡ് ഔട്ട് ആയി. പ്രധാന ടൂർണമെന്റിന് മുന്നോടിയായി ബാറ്റിംഗ് ഓർഡർ മാറ്റിപ്പരീക്ഷിക്കാനും ടീമിന്റെ കരുത്ത് മനസ്സിലാക്കാനുമുള്ള ഒരു തന്ത്രപരമായ നീക്കമായിരുന്നു അത്. ജോർജ് ലിൻഡെ, മാർക്കോ ജാൻസൺ, എയ്ഡൻ മാർക്രം, ആൻഡിച്ചൻ ഓർക്കിയ, റയാൻ റിക്കർട്ടൺ എന്നിവരടങ്ങുന്ന ശക്തമായ നിരയെയാണ് സൗത്ത് ആഫ്രിക്ക കളത്തിലിറക്കിയത്. ഇത് ഇന്ത്യയുടെ മധ്യനിരയ്ക്ക് ആദ്യമേ തന്നെ സമ്മർദ്ദം നൽകി. ടോസ് നേടിയ ഇന്ത്യ തെളിഞ്ഞ കാലാവസ്ഥയിൽ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇതൊരു തീവ്രമായ മത്സരത്തിന് കളമൊരുക്കി. മത്സര സാഹചര്യങ്ങളുമായി ഇഴുകിച്ചേരാനും തന്ത്രങ്ങൾ മെച്ചപ്പെടുത്താനും ഇരു ടീമുകൾക്കും ഇത് നിർണായകമായിരുന്നു. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മത്സരത്തിന്റെ ടോസ് വിശേഷങ്ങളും സ്കോർ കാർഡ് വിവരങ്ങളും തത്സമയം അറിയാൻ ലോകമെമ്പാടുമുള്ള കാണികൾ കാത്തിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിലെ പോരാട്ടങ്ങൾക്ക് മുൻപായി പ്ലേയിംഗ് 11 ഉറപ്പിക്കാനും ദൗർബല്യങ്ങൾ കണ്ടെത്താനും ഈ മത്സരം സഹായിച്ചു. ഇന്ത്യൻ ടീം മാനേജ്മെന്റ് അഗ്രസീവ് ബാറ്റിംഗിനാണ് ഊന്നൽ നൽകിയത്. സൗത്ത് ആഫ്രിക്കൻ ബോളർമാർ ആകട്ടെ ആദ്യ ഓവറുകളിലെ സ്വിംഗ് മുതലെടുക്കാൻ ശ്രമിച്ചു. 2026-ലെ ടൂർണമെന്റ് ഷെഡ്യൂളിലെ പല സന്നാഹ മത്സരങ്ങളിലൊന്നായാണ് ഇത് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോർക്കിയയുടെ തീപ്പൊരി ആദ്യ ഓവർ ബൌളിംഗിൽ ഓപ്പണർമാർ വേഗത്തിൽ പുറത്തായതോടെ കളിയുടെ ഗതി പെട്ടെന്ന് മാറി. കിഷന്റെ റിട്ടയർഡ് ഔട്ട് പുതിയ കളിക്കാർക്ക് ജാൻസന്റെ വ്യത്യസ്ത ബോളുകൾക്കെതിരെ സ്കോറിംഗ് വേഗത്തിലാക്കാൻ അവസരം നൽകി. മാർക്രം ശ്രദ്ധയോടെ കളിച്ചുകൊണ്ട് ചേസിംഗിന് നേതൃത്വം നൽകി. മധ്യ ഓവറുകളിൽ ലിൻഡയുടെ സ്പിൻ ബൌളിംഗ് ബൗണ്ടറികൾക്ക് കടിഞ്ഞാണിട്ടു. റിക്കർട്ടന്റെ വിക്കറ്റ് കീപ്പിംഗ് മികവും ശ്രദ്ധേയമായി. ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള കടുത്ത പോരാട്ടത്തിന്റെ തീവ്രത ഈ മത്സരം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. പ്രത്യേകിച്ച് ലോകകപ്പുകളിൽ ഇവർ തമ്മിൽ നടന്ന വാശിയേറിയ മത്സരങ്ങളുടെ ചരിത്രം നമുക്കറിയാം. ടൂർണമെന്റ് വിജയത്തിന് അത്യാവശ്യമായ സമ്മർദ്ദ സാഹചര്യങ്ങൾ അനുകരിക്കാൻ ഈ അവസരം ടീമുകൾ ഉപയോഗപ്പെടുത്തി. പിച്ചിനോടും എതിർ ടീമിന്റെ തന്ത്രങ്ങളോടും എത്രത്തോളം ഇഴകിയെന്നതിലായിരുന്നു മത്സരശേഷമുള്ള ചർച്ച. ഈ മത്സരത്തിൽ നിന്ന് ലഭിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടായിരിക്കും ഇന്ത്യയുടെ അടുത്ത നീക്കം. ജാൻസണും നോർക്കിയയും നയിക്കുന്ന പേസ് ആക്രമണത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് കൂടുതൽ ആത്മവിശ്വാസം ലഭിച്ചു. ലോകമെമ്പാടുമുള്ള ആരാധകർ ആപ്പുകളിലൂടെയും ലൈവ് ബ്രോഡ്കാസ്റ്റുകളിലൂടെയും സ്കോറുകൾ പിന്തുടർന്നു. ഇത് യഥാർത്ഥ T20 ലോകകപ്പിനായുള്ള ആകാംക്ഷ വർദ്ധിപ്പിച്ചു. People often ask how this channel puts out content like this so consistently. And honestly, I'm not doing the heavy lifting manually. I'm using Helios. It's the AI engine we built to handle the impossible parts of creation. It is literally the power behind what you just watched. If you want that kind of speed and quality at your fingertips, don't just watch AI build the future. Start building it yourself. Helios is finally open to the public. Check the link in the description and go bring the heat. കിഷൻ 45 റൺസെടുത്ത് റിട്ടയർ ചെയ്തതോടെ ഇന്ത്യ മികച്ചൊരു സ്കോറാണ് നേടിയത്. പിന്നീട് ക്രീസിലെത്തിയ തകർപ്പൻ മധ്യനിര ബാറ്റ്സ്മാൻമാർ ചേർന്ന് സ്കോർ 160-ന് മുകളിലെത്തിച്ചു. ദക്ഷിണാഫ്രിക്കയുടെ പേസ് കുന്തമണിയായ ആൻഡിച്ചൻ ഓർട്ടജെ വെറും 28 റൺസ് വഴങ്ങി 4 ഓവറിൽ 2 നിർണായക വിക്കറ്റുകളാണ് നേടിയത്. ഫ്ലഡ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ പന്തമിടുക്കോടെ സ്വിംഗ് ചെയ്യിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. മാർക്കോ ജാൻസണും മികച്ച പിന്തുണ നൽകി 6 ഓവറിൽ 35 റൺസ് മാത്രം വഴങ്ങി ഒരു വിക്കറ്റ് നേടി. യോർക്കറുകളും ബൗൺസറുകളും മിടുക്കോടെ മാറുമാറി എറിഞ്ഞ് അദ്ദേഹം ബാറ്റ്സ്മാൻമാരെ ബുദ്ധിമുട്ടിച്ചു. സന്നാഹ മത്സരത്തിൽ നായകനായ എയ്ഡൻ മാർക്രം സമ്മർദ്ദം നിലനിർത്താൻ ബൌളർമാരെ ബുദ്ധിപൂർവ്വം മാറ്റിക്കളിച്ചു. 8-ാം ഓവറിൽ സ്പിൻ ആക്രമണം തുടങ്ങിയ ജോർജ് ലിൻഡെ 22 റൺസ് മാത്രം വഴങ്ങി ഒരു നിർണായക വിക്കറ്റ് സ്വന്തമാക്കി. റയാൻ റിക്കർട്ടൺ 2 സ്റ്റംപിംഗുകൾ നടത്തി വിക്കറ്റിന് പിന്നിൽ തകർപ്പൻ മേവഴക്കം പ്രകടിപ്പിച്ചു. ഇന്ത്യയുടെ ഇന്നിംഗ്സ് അവസാന ഓവറുകളിൽ കുതിച്ചുയർന്നു. 175 റൺസായിരുന്നു അവർ ലക്ഷ്യമിട്ടത്. ദക്ഷിണാഫ്രിക്ക റൺചേസ് വളരെ ശ്രദ്ധയോടെയാണ് ആരംഭിച്ചത്. മാർക്രമും റിക്കർട്ടണും ചേർന്ന് സ്ഥിരതയാർന്ന തുടക്കം നൽകി. ഇന്ത്യയുടെ അവസാന ഓവറുകളിലെ കുതിച്ചുയരലിനെ നേരിടാൻ നോർട്ടജയുടെ പരിശീലനം ഫലം കണ്ടു. തുടക്കത്തിൽ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടതോടെ പവർപ്ലേയിൽ ഇന്ത്യയ്ക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടതുണ്ടെന്ന് ഈ സന്നാഹ മത്സരം എടുത്തു കാണിച്ചു. ദക്ഷിണാഫ്രിക്കയുടെ ഫീൽഡിംഗ് വളരെ മികച്ചതായിരുന്നു. ഡയറക്ട് ഹിറ്റുകളിലൂടെ അവർ വേഗത്തിലുള്ള റൺസ് നേടുന്നത് തടഞ്ഞു. ലൈവ് സ്കോർ അപ്ഡേറ്റുകൾ പ്രകാരം ദക്ഷിണാഫ്രിക്കൻ സ്പിന്നർമാർ തിരിച്ചുവരുന്നതിനു മുൻപ് ഇന്ത്യ ഒരു നിമിഷം മുന്നിട്ട് നിന്നിരുന്നു. T20 വിജയത്തിന് വളരെ പ്രധാനപ്പെട്ട ബൌളിംഗ് മാറ്റങ്ങളും ഫീൽഡർമാരുടെ സ്ഥാനങ്ങളും ഈ കളിയുടെ ഈ ഭാഗം വ്യക്തമാക്കുന്നു. മത്സരശേഷം ഇന്ത്യൻ കോച്ച് ഇത് യഥാർത്ഥ കളിയുടെ സാഹചര്യങ്ങൾ അനുകരിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി കിഷന്റെ തന്ത്രപരമായ റിട്ടയർമെന്റിനെ അഭിനന്ദിച്ചു. ദക്ഷിണാഫ്രിക്കയുടെ തയ്യാറെടുപ്പുകൾ ഡെത്ത് ഓവർ ബൌളിംഗിലെ വൈദഗ്ധ്യത്തിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അത് ഈ കളിയിൽ പ്രകടമായിരുന്നു. സമീപകാല T20 മത്സരങ്ങളിൽ ഇന്ത്യയ്ക്ക് നേരിയ മുൻതൂക്കമുണ്ടെന്ന് കണക്കുകൾ പറയുന്നുണ്ടെങ്കിലും ചേസിംഗിൽ ദക്ഷിണാഫ്രിക്കയാണ് മുന്നിട്ട് നിൽക്കുന്നത്. സ്ക്വാഡ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി സെലക്ടർമാർക്ക് ആവശ്യമായ വിവരങ്ങൾ ഇത്തരം സന്നാഹ മത്സരങ്ങൾ നൽകുന്നു. മുൻ മത്സരങ്ങൾക്ക് ശേഷം ജാൻസൺ ഒരു ഓൾറൗണ്ടർ എന്ന നിലയിൽ ഒരുപാട് വളർന്നിട്ടുണ്ടെന്ന് ആരാധകർ ശ്രദ്ധിച്ചിരുന്നു. ദക്ഷിണാഫ്രിക്കയുടെ ചേസിംഗിന് നല്ല ആക്കം കിട്ടിയത് എയ്ഡൻ മാർക്രത്തിന്റെ പ്രകടനത്തോടെയാണ്. 35 പന്തിൽ തകർപ്പൻ 52 റൺസെടുത്ത് മാർക്രം കളം നിറഞ്ഞു. ഇന്ത്യൻ സ്പിന്നർമാരെ തലങ്ങും വിലങ്ങും പ്രഹരിച്ച് ഒരുപാട് ബൗണ്ടറികളും നേടി. റയാൻ റിക്കർട്ടൺ ആകട്ടെ മനോഹരമായ ഷോട്ടുകളിലൂടെ 38 റൺസെടുത്ത് നല്ല പിന്തുണ നൽകി. ഇരുവരും ചേർന്ന് 70 റൺസിന്റെ ഒരു നിർണായക കൂട്ടുകെട്ടുണ്ടാക്കി. അത് കളി ദക്ഷിണാഫ്രിക്കയ്ക്ക് അനുകൂലമാക്കി. പിന്നീട് ജോർജ് ലിൻഡെ കത്തിക്കയറി. 12 പന്തിൽ 25 റൺസാണ് ലിൻഡെ അടിച്ചെടുത്തത്. അതും പുത്തൻ റംബ് ഷോട്ടുകളിലൂടെ. മാർക്കോ ജാൻസൺ 18 റൺസുമായി അതിവേഗം മധ്യനിരയ്ക്ക് മികച്ച പിന്തുണ നൽകി. ആൻഡിച്ചൻ ഓർട്ടജെ 10 റൺസുമായി പുറത്താകാതെ നിന്ന് വിജയത്തിലേക്ക് ടീമിനെ നയിച്ചു. ഇന്ത്യൻ ബൌളർമാർ അച്ചടക്കത്തോടെ പന്തെറിഞ്ഞ് ശക്തമായി തിരിച്ചുവന്നെങ്കിലും 8 പന്തുകൾ ബാക്കി നിൽക്കെ ദക്ഷിണാഫ്രിക്ക വിജയലക്ഷ്യം മറികടന്നു. കളിയുടെ ഗതി മാറിയ ഒരു നിമിഷം മാർക്രം ഒരു സിക്സർ പറത്തി റൺറേറ്റ് സമ്മർദ്ദം കുറച്ചതായിരുന്നു. പേസർമാർക്കെതിരെ റിക്കർട്ടന്റെ കാൽ ചലനങ്ങൾ വേറിട്ടുനിന്നു. ഡോട്ട് ബോളുകൾ പരമാവധി ഒഴിവാക്കാൻ അത് സഹായിച്ചു. ലിൻഡയുടെ ആ അവസാന മിന്നലാട്ടം ഡീപ് സ്ക്വയർ ലെഗിൽ ഇന്ത്യൻ ഫീൽഡിംഗിലെ പിഴവുകൾ തുറന്നു കാണിച്ചു.
ജാൻസന്റെ ആ ഫിനിഷിംഗ് ടച്ചുകൾ വാം അപ്പ് മത്സരങ്ങളിൽ ദക്ഷിണാഫ്രിക്കയുടെ കൃത്യതയാർന്ന സമീപനത്തെ ശരിവച്ചു. വൈഡായി പോയ യോർക്കറുകളെ അമിതമായി ആശ്രയിച്ചത് ഇന്ത്യൻ ബൌളർമാർക്ക് ഒരു പാഠമായി. മത്സരശേഷം കളിക്കാർ പരസ്പരം കൈകൊടുത്തത് കളിയിലെ സൗഹൃദം വിളിച്ചോതുന്നതായിരുന്നു. ഈ വിജയം ടൂർണമെന്റിലെ ആദ്യ മത്സരങ്ങൾക്ക് മുമ്പ് ദക്ഷിണാഫ്രിക്കയുടെ ആത്മവിശ്വാസം കൂട്ടുമെന്നുറപ്പ്. ലിൻഡെ തുറന്നുകാട്ടിയ സ്പിൻ ബൌളിംഗിനെതിരായ തങ്ങളുടെ പോരായ്മകൾ ഇന്ത്യ തിരിച്ചറിഞ്ഞു. ഔദ്യോഗിക സ്കോർ കാർഡ് പ്രകാരം മാർക്രത്തിന്റെ അർദ്ധസെഞ്ചുറി പോലുള്ള വ്യക്തിഗത നേട്ടങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വാം അപ്പ് കണക്കുകൾ ഇരു ടീമുകളുടെയും അഡ്വാൻസ്ഡ് അനലിറ്റിക്സിനായി ഉപയോഗിക്കും. കഴിഞ്ഞ 2022 T20 ലോകകപ്പ് സെമിഫൈനൽ ഓർമ്മയിലേക്ക് വരുന്നു. ശക്തരായ എതിരാളികൾക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് അന്ന് കാലിടറിയിരുന്നു. ഇരു ടീമുകളും ശരിയായ സമയത്ത് മികച്ച ഫോമിലാണെന്നാണ് ഇപ്പോഴത്തെ പ്രകടനം കാണിക്കുന്നത്. ചേസിന്റെ ഏറ്റവും ആവേശകരമായ നിമിഷങ്ങളിൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ വൻ കാഴ്ചക്കാരുണ്ടായി. അന്തിമ ടീമിനെ തിരഞ്ഞെടുക്കുന്നതിനായി സെലക്ടർമാർ ഇത്തരം പ്രകടനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇഷാൻ കിഷൻ നിർണായക ഘട്ടത്തിൽ റിട്ടയേർഡ് ഔട്ട് ആയ തീരുമാനം ഇന്ത്യയുടെ തന്ത്രങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. ഇത് ബാക്കപ്പ് ഓപ്പണർമാരെ വിജയകരമായി പരീക്ഷിക്കാൻ ടീമിന് അവസരം നൽകി. നോർട്ട്ജിയും യാൻസണും മുന്നിൽ നിന്ന് നയിച്ച ദക്ഷിണാഫ്രിക്കയുടെ ബോളിംഗ് നിര അവരുടെ തന്ത്രങ്ങൾ കൃത്യമായി നടപ്പാക്കി. പവർ പ്ലേയിൽ വെറും 14 ബൗണ്ടറികൾ മാത്രമാണ് അവർ വിട്ടുകൊടുത്തത്. റൺസ് ചോരാത്ത രീതിയിൽ ഫീൽഡ് സെറ്റ് ചെയ്ത് ബാറ്റ്സ്മാൻമാരെ മിസീറ്റുകൾക്ക് പ്രേരിപ്പിക്കുന്നതിൽ മാർക്രമിന്റെ നായകമികവ് എടുത്തു കാണിച്ചു. വാം മത്സരങ്ങളിൽ കാണുന്ന സ്പിൻ പിച്ചുകളിൽ ലിൻഡെയുടെ ബോളുകളുടെ വൈവിധ്യം ബാറ്റ്സ്മാൻമാരെ നന്നായി കുഴക്കി. റിക്കൾട്ടന്റെ കീപ്പിംഗ് ബൈ റൺസ് തടയുകയും ഡോട്ട് ബോളുകളുടെ ശതമാനം ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. ഫീൽഡിംഗിൽ ഇന്ത്യയുടെ പ്രകടനം മുൻപത്തേതിനേക്കാൾ മെച്ചപ്പെട്ടു. 2 റൺ ഔട്ട് ശ്രമങ്ങൾ വരെ അവർ നടത്തി. ഇരു ടീമുകളുടെയും അച്ചടക്കത്തെ മാച്ച് റഫറി അഭിനന്ദിച്ചു. പ്രധാന ടൂർണമെന്റിന് മുന്നോടിയായുള്ള കളിക്കാരുടെ ജോലിഭാരം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് ഈ മത്സരം വലിയ സൂചനകൾ നൽകുന്നുണ്ട്. ഈ ഫിറ്റ്നസ് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ത്യയുടെ റൊട്ടേഷനുകൾ. ദക്ഷിണാഫ്രിക്കക്കാകട്ടെ തങ്ങളുടെ പേസ് ബോളിംഗ് നിരയുടെ കരുത്ത് ഈ മത്സരത്തിലൂടെ ഉറപ്പിച്ചു. 2026 T20 ലോകകപ്പിന്റെ ഫോർമാറ്റ് ആവശ്യപ്പെടുന്നത് ഈ മത്സരത്തിൽ കണ്ടതുപോലെയുള്ള ബഹുമുഖ പ്രതിഭകളെയാണ്. ഈ ടീമുകൾ തമ്മിലുള്ള പോരാട്ടങ്ങളുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 30 T20 മത്സരങ്ങളിൽ ഇന്ത്യ 15 വിജയവും ദക്ഷിണാഫ്രിക്ക 12 വിജയവും നേടിയിട്ടുണ്ട്. വാം മത്സരത്തിലെ പാഠങ്ങൾ അടുത്ത ആഴ്ച തുടങ്ങുന്ന ട്രെയിനിംഗ് ക്യാമ്പുകളിൽ ഉൾപ്പെടുത്തും. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരുപക്ഷേ ഈ ടീമുകളുടെ മറ്റൊരു പോരാട്ടം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. കളി എല്ലാവർക്കും കാണാൻ സാധിക്കുമെന്നും വ്യാപകമായ കവറേജ് ഉണ്ടാകുമെന്നും പ്രക്ഷേപണാവകാശമുള്ളവർ ഉറപ്പു നൽകിയിട്ടുണ്ട്. ആർക്കും പരിക്കുകളില്ലെന്നും മുഴുവൻ സ്ക്വാഡുകളും പൂർണ്ണ സജ്ജമാണെന്നും ടീം ഡോക്ടർമാർ അറിയിച്ചു. പ്രകടനക്കണക്കുകൾ നോക്കുമ്പോൾ നോർട്ട്ജിയുടെ എക്കണോമി തുടർച്ചയായി ഓവറിൽ 7 റൺസിനും താഴെയാണെന്ന് കാണാം. യാൻസൺ ഒരു മാച്ച് വിന്നറാകാനുള്ള സാധ്യതകൾ തെളിയിച്ചപ്പോൾ വാം മത്സരങ്ങൾക്ക് ശേഷം മാർക്രമിന്റെ ക്യാപ്റ്റൻസി പദവി ഉയർത്താനും സാധ്യതയുണ്ട്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക സന്നാഹ മത്സരം അവസാനിച്ചു. 6 വിക്കറ്റിന് ദക്ഷിണാഫ്രിക്കയ്ക്ക് ഉജ്ജ്വല വിജയം. 2026 T20 ലോകകപ്പ് വെല്ലുവിളികളെ നേരിടാൻ തങ്ങൾ എത്രത്തോളം തയ്യാറാണെന്ന് അവർ ഇതിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. ചെറിയ തോൽവിയായിരുന്നെങ്കിലും ഈ മത്സരത്തിൽ നിന്ന് ഇന്ത്യയ്ക്ക് ഒരുപാട് വിലപ്പെട്ട പാഠങ്ങൾ ഉൾക്കൊള്ളാനായി. കിഷൻ പുറത്തായതിനു ശേഷമുള്ള ബാറ്റിംഗ് നിരയെ എങ്ങനെ കൂടുതൽ ശക്തമാക്കാം എന്നതിലാണ് ഇപ്പോൾ പ്രധാനമായും ശ്രദ്ധ. നോർക്കിയ, ജാൻസൺ, മാർക്രം, ലിൻഡെ, റിക്കൾട്ടൺ എന്നിവർ മികച്ച പ്രകടനത്തിലൂടെ ലോകകപ്പ് ടീമിലിടം നേടാൻ സാധ്യതയുള്ളവരുടെ പട്ടികയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു. ടോസ് മുതൽ അവസാനത്തെ ബോൾ വരെ ലൈവ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ലക്ഷക്കണക്കിന് പേരാണ് മത്സരം കണ്ടത്. ഇന്ത്യയുടെ അടുത്ത സന്നാഹ മത്സരത്തിൽ സ്പിന്നിന് കൂടുതൽ നന്നായി നേരിടുന്നതിനാണ് ശ്രദ്ധ. ദക്ഷിണാഫ്രിക്കയാകട്ടെ ചേസിംഗ് കൂടുതൽ കൃത്യമാക്കാനുള്ള പരിശീലനത്തിലാണ്. ടൂർണമെന്റ് ഘടന പ്രകാരം ഇരു ടീമുകളും കടുപ്പമുള്ള ഗ്രൂപ്പുകളിലാണ്. അതുകൊണ്ട് വരും മത്സരങ്ങൾക്ക് കൂടുതൽ വാശിയേറും. പഴയ കണക്കുകൾ നോക്കുമ്പോൾ സന്നാഹ മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തുന്ന ടീമുകൾക്ക് ടൂർണമെന്റിൽ നല്ല മുന്നേറ്റം ഉണ്ടാകാറുണ്ട്. ഈ മത്സരങ്ങളിലെ വാശിയെയും അത് ആഗോളതലത്തിൽ കളിയുടെ വളർച്ചയ്ക്ക് നൽകുന്ന സംഭാവനകളെയും ICC പ്രശംസിച്ചു. മത്സരശേഷം കളിക്കാരുടെ അഭിമുഖങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് എല്ലാ ടീമുകളിലും നല്ല ആത്മവിശ്വാസവും പ്രതീക്ഷയുമുണ്ടെന്നാണ്. വരും മത്സരങ്ങൾ എവിടെ കാണാമെന്നുള്ള വിവരങ്ങൾ ഔദ്യോഗിക ചാനലുകൾ വഴി ഉടൻ അറിയിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മത്സരങ്ങൾ എന്നും ആവേശം നിറഞ്ഞതാണ്. ഇതും അതിലൊന്നു മാത്രം. ഈ കളിയിലെ സ്കോർ കാർഡ് പരിശോധിക്കുമ്പോൾ ഇതൊരു മികച്ച പരിശീലന സെഷനായി കണക്കാക്കാം. ഈയൊരു ആവേശം ഉടൻ തുടങ്ങുന്ന ഔദ്യോഗിക മത്സരങ്ങളിലേക്കും അവർക്ക് കൂട്ടായി ഉണ്ടാകും. I hope you got some value out of this video. And if you're sitting there thinking you want to build something like this yourself, you don't have to start from scratch. I built Helios to give creators an unfair advantage. It takes the heavy lifting out of the process so you can focus on the ideas. It's exactly what I use, and now it's available for you too. The link is in the description. Don't just watch the future. Go build it with Helios. I'll see you in the next one.